നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഏത്തപ്പഴ പായസം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴം 3 എണ്ണം, ശർക്കര 1 കഷ്ണം, ഒരു തേങ്ങ തിരുമിയത്, ചവ്വരി 1/2 കപ്പ്, നെയ്യ് 1/4 കപ്പ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരിങ്ങ, ഏലക്ക 4 എണ്ണം. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഏത്തപ്പഴം ആവിയിൽ പുഴുങ്ങിയെടുക്കുക. അതിനെ പീസസ് ആക്കി കുരുകളഞ്ഞെടുക്കുക. അത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കുക. ഇനി ശർക്കര പാനി തയ്യാറാക്കുക. തിരുമ്മിയ തേങ്ങയിൽ നിന്നും ആദ്യം 2 കപ്പ് 1/4 പാൽ എടുക്കുക. അതിനുശേഷം 4 കപ്പ് 2/2 പാൽ എടുക്കുക. ചുവട് കട്ടിയുള്ള ഒരു പരന്ന പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് നെയ്യ് ഒഴിക്കുക. ചൂടായ നെയ്യിലേക്ക് അടിച്ചെടുത്ത ഏത്തപ്പഴക്കൂട്ട് ഇട്ട് നന്നായി വരട്ടുക. വരട്ടിയ ഏത്തപ്പഴക്കൂട്ടിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുക. അത് നന്നായി തിളപ്പിക്കുക. അത് തിളച്ച ശേഷം 2/2 പാൽ ഒഴിക്കുക. നന്നായി തിളച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ചേർക്കുക. ഇനി ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും മൂപ്പിച്ച് കോരുക. പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്ക ഏത്തപ്പഴക്കൂട്ടിലേക്ക് ചേർക്കുക. ഇനി 1/4 പാൽ ഒഴിക്കുക. വറുത്ത് വച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്തിളക്കുക. ചൂടായ ശേഷം ഇറക്കി വയ്ക്കുക. ഏത്തപ്പഴ പായസം റെഡി. ഇനി ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ.